എൻ്റെ പേര് മേരി. മാനന്തവാടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കത്തീഡ്രൽ പള്ളിയാണ് എൻ്റെ പള്ളി. എനിക്കിവിടെ നിൽക്കാൻ അനുവദിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടിയും നന്ദി പറയുന്നു. ഇതെൻ്റെ അടുത്ത വീട്ടിലെ മോനാണ്. ഈ മോന് വണ്ടി ആക്സിഡൻറ്റിൽ പറ്റ കടന്നു പോയതാണ്, നടക്കൂലായിരുന്നു. 7 മാസം വരെ അവൻ്റെ തല ഇങ്ങനെ വയറ്റത്താണ് ഉണ്ടായിരുന്നത്. വയറ്റത്ത് എടുത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 7 മാസം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അടുത്ത വീട്ടിലാന്ന് പറഞ്ഞിട്ട് ആരെയും കാണിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ബോധമില്ലാണ്ടായിപ്പോയി. ഇങ്ങനെ വലതുവശത്തേക്ക് തല ചരിച്ച് വെച്ച് അനങ്ങൂല, ഒരു ഭാഗം മുഴുവൻ തളർന്ന് ഈ കൈയൊക്കെ സൂക്ഷിച്ച് പോയായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനവിടെ ചെന്ന് ഞാൻ കണ്ടു, പ്രാർത്ഥിച്ച് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു 2 പ്രാവശ്യമെങ്കിലും ഞാൻ പോകും. അങ്ങനെ പോയി പ്രാർത്ഥിച്ച് ബോധമൊന്നും ഇല്ലായിരുന്നു. കണ്ണിങ്ങനെ നോക്കിയെടുത്ത് മാത്രമേ ഇരിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ആ കണ്ണ് ചലിപ്പിക്കാനും ഒരു ബോധം വരാനും ആദ്യം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ബോധം വന്നു കഴിഞ്ഞപ്പോൾ കണ്ണനക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണനക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചെവി കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, വിളിച്ചാൽ മിണ്ടൂല. എന്ത് കൈ കിട്ടിയാലും, വലത് കയ്യിൽ എന്ത് കിട്ടിയാലും അത് തിന്നും. അത് മാത്രമേ അവനറിയുള്ളൂ. വേറെ ഒരു കൈയൊന്നും വേറെ ഒന്നും അനക്കൂല, കണ്ണ് പോലും ചലിപ്പിക്കില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഓരോ ഭാഗത്തിനും വേണ്ടി അമ്മേനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും വലിയൊരു കേടില്ലാണ്ട് ഇപ്പോൾ ഇത്രയും ആയി എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി. എൻ്റെ മോൻ്റെ അതേ പ്രായമാണ്. എനിക്ക് എൻ്റെ മോന് പറ്റിയതുപോലത്തെ ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് 75 വയസ്സായി. അമ്മ ആങ്ങളേൻ്റെ അടുത്താണ്. ഞാൻ ഹിന്ദു ആയിരുന്നു. ഞാനൊരു 7 വർഷമായി മാമോദീസ മുങ്ങിയിട്ട്. അമ്മ ആങ്ങളേൻ്റെ അടുത്ത് ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ചെന്ന് കഴിഞ്ഞപ്പം അമ്മേനെ കാണിക്കുകയോ അമ്മേൻ്റെ അടുത്ത് പോകുകയോ, പോയാലും മിണ്ടുവോ ആരും മിണ്ടുവൊന്നുമില്ല. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആങ്ങളെയില്ല, നാത്തൂനുണ്ട്. നാത്തൂൻ പറഞ്ഞു അമ്മച്ചി എണിക്കില്ല, എണിപ്പിച്ചിരുത്തിയാലും പിടിക്കണം, ഇല്ലെങ്കിൽ അമ്മ വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു ഇരുത്തി ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും തേനും കൊടുത്തു. അവൾ ചായ എടുക്കാൻ വേണ്ടി പോയത്, അപ്പോഴത്തേക്കും ഞാൻ ഉപ്പും തേനൊക്കെ കൊടുത്തു. അങ്ങനെ എണിപ്പിച്ചിരുത്തി അമ്മച്ചി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു അരമണിക്കൂർ അവിടെ നിന്നു. അവിടുന്ന് പോരുന്നേക്ക് പിന്നെ അമ്മച്ചി എണിച്ച് നടന്നു. വെള്ളം വേണമെന്ന് പറഞ്ഞു, വെള്ളം മേടിച്ച് കുടിച്ചു, എല്ലാം ചെയ്തു. ഇപ്പം എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. അമ്മച്ചി നാട്ടിൽ അങ്കമാലിയിലുണ്ട്. ഇപ്പം അങ്കമാലിയിലാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തല്ല, ഒരു ദിവസം എന്നോട് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ആശുപത്രിയിൽ ചോറ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്. അന്ന് ഞാൻ എന്തോ അങ്ങനെ വിട്ട് കളഞ്ഞു, അത് ചോറ് കൊണ്ടുപോയില്ല. പിറ്റേ ദിവസം അതുപോലെ തന്നെ. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, വേഗം തന്നെ ചോറ് വെച്ചു. അതിന് കറി ഉണ്ടാക്കി ഒരു 5 പൊതി ചോറ് കിട്ടി. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്ത് ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, എന്താണ് വന്നേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, ഇങ്ങനെ ചോറ് കൊണ്ടുവരാൻ പറഞ്ഞ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ചോറ് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ചോറും കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചീനെ ദൈവം കൊണ്ടുവന്നത് ചേച്ചി. 2 മക്കളും അമ്മയും അച്ഛനും ഉണ്ട്, അവർക്ക് ചോറ് കിട്ടിയിട്ടില്ല. ആ ചേട്ടനൊരു കാലില്ല, ചേച്ചിക്ക് കയ്യും ഇല്ല, കൈ ഒടിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കൈ ഒടിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇത് കെട്ടി പ്ലാസ്റ്റർ ഇട്ടിട്ട് എല്ല് കൂടിയില്ല. എല്ലിങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് കൈ അനക്കാൻ പറ്റില്ല, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചേച്ചീനെയാണ് കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തോട് ഞാൻ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. തൈലവും ഉപ്പൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. അന്ന് അവർ ഡിസ്ചാർജ് ആയിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ടായി. 500 രൂപയും കൊടുത്ത് ആ ചോറും കഴിച്ച് അവർ പോകണമെന്ന് പറഞ്ഞു. ആ ചേട്ടന് കാലിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ആരൊക്കെയോ കൂടി ആ ബത്തേരിയാണ് അവരുടെ വീട്, കൊണ്ടുപോയി അങ്ങനെ അവിടെ കൊണ്ടുപോയി പിന്നെ എന്നെ വിളിക്കും, ചേച്ചി പൈസയില്ല, കൊച്ചിന് സുഖമില്ല എന്നും പറഞ്ഞ്. ഞാൻ കൂലിപ്പണിക്ക് പോകുന്നതാണ്. ഉള്ള പൈസ എന്താ കൊടുക്കാൻ പറ്റുന്നത് അത് ഞാൻ കൊടുക്കും. ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞ്, അരിയില്ല ചേച്ചി എന്ന് പറഞ്ഞ്. ഒരിക്കൽ വിളിച്ച് ഞാൻ പറഞ്ഞ് വീട്ടിലേക്ക് വാന്ന് പറഞ്ഞ് അരിയും തേങ്ങയും പയറ് വെളിച്ചെണ്ണ അങ്ങനെ എനിക്ക് പറ്റുന്നത്, അങ്ങനെ അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പള്ളിയിൽ നിന്നാണ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, മാതാവേ
മാതാവിനെ കാണുന്ന ഇങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി കാണാമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പം മാതാവ് ഇങ്ങനെ സങ്കീർത്തിയിൽ നിന്ന് കയറി വരികയാണ്. കയറി വന്നിട്ട് ഇങ്ങനെ ഒരു 2-3 അടി വെച്ച് 2 പ്രാവശ്യം അങ്ങനെ മാതാവിനെ കണ്ടു. പിന്നെ ഈസ്റ്ററിൻ്റെ തലേൻ്റെ തലേദിവസം പിന്നെ ഞാനിങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുർബാന കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം പെട്ടെന്ന് തന്നെ കുർബാന കഴിഞ്ഞ് ആശീർവേദം കൊടുക്കുമ്പോൾ അച്ഛനങ്ങനെ പിന്നെ എല്ലാവരും ആശീർവേദം പറയുമല്ലോ. ആ സമയത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഈശോയാണ് നിൽക്കുന്ന, ചോര ഒലിച്ചിട്ട് ഇങ്ങനെ നിറച്ച് ചോര ഒലിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. പ്രേക്ഷിത വേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും പിന്നെ പൈസയായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അരിയുണ്ട് വീട്ടിൽ 10-14 കിലോ അരി കിട്ടും. അധികം ഭക്ഷണം കഴിക്കാൻ ചെറിയ മോൻ വീട്ടിലില്ല, മൂത്തതേ ഉള്ളൂ. അവൻ വരുമ്പം 12 മണിക്കാണ് പോകുന്നത്. അവൻ വരുമ്പം രാത്രിയാവും. അപ്പം അവൻ ഭക്ഷണം കഴിക്കൽ കുറവാണ്. ഒരു 2 കിലോ അരി അല്ലെങ്കിൽ 3 കിലോ അരി ഞാൻ വെച്ചാലായി. ആ അരി ഞാൻ ആർക്കെങ്കിലും അരിയില്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കുകയില്ല, പൈസയൊന്നും മേടിക്കലില്ല. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി.